മുസ്ലിം ലീഗ് UDFില് പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്. നിൽക്കുമോ അതോ പോകുമോ? പാറ പോലെ ലീഗ് ഇപ്പോൾ ഉറച്ചു നിൽക്കുമെങ്കിലും പാറക്കഷ്ണം പോലെ പൊടിഞ്ഞു പോകുമെന്ന് കണ്ടാൽ അവരെന്തായാലും കളം മാറ്റി ചവിട്ടാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. അതിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നവരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതിയാവും. പിണറായി സർക്കാരിനെതിരെ ആരോപണങ്ങളുടെ ശരങ്ങൾ മഴ പോലെ പെയ്തിറങ്ങിയിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചുവപ്പ് രാഷ്ട്രീയത്തിന് പരിക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലീഗ് നേതൃത്വം മാറി ചിന്തിക്കാൻ നിർബന്ധിതമാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക്. നീണ്ട 10 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന മുസ്ലിം ലീഗിന് ഇനിയും ഒരു 5 വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇത്തവണ കൂടി ഭരണം കിട്ടിയില്ലെങ്കിൽ UDFിന്റെ ഘടന തന്നെ മാറുമെന്നും സംസ്ഥാന രാഷ്ട്രീയം മറ്റൊരു രൂപത്തിലേക്ക് കടക്കുമെന്നും മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നന്നായി അറിയാം. അതുകൊണ്ടുകൂടിയാണ് അവർ ഇടതുപക്ഷത്തെ വല്ലാതെ അങ്ങോട്ട് കടന്നാക്രമിക്കാതിരിക്കുന്നതും. സാധാരണഗതിയിൽ ഏത് ഭരണകാലത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടന്നാലും ഇടതുപക്ഷത്തിന് തന്നെയാണ് കൃത്യമായ മുൻതൂക്കം ഉണ്ടാവാറുള്ളതെങ്കിലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അത് തുടർച്ചയായി 9.5 വർഷമായിട്ടും ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള വസ്തുതയാണ്. ഈ ഒരു സാഹചര്യത്തില് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം പ്രകടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ UDFിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന മുസ്ലിം ലീഗിന് കോൺഗ്രസിനെ വിശ്വസിച്ച് പിന്നെ UDFിൽ മുന്നണിയിൽ തുടരുക എന്ന് പറയുന്നത് പ്രയാസമായി മാറും. അങ്ങനെ സംഭവിച്ചാൽ ലീഗ് പിളർന്ന് ഒരു വിഭാഗമെങ്കിലും ഇടതുപക്ഷത്തെത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല.